നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏതൊരു രാജ്യത്തേക്ക് പോകുവാനും പ്രവാസികൾ ആശ്രയിക്കുന്ന ഏക ഇടത്താവളം UAE ആണ്. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും വിലക്ക് കൽപ്പിച്ചതോടെ വാതിലുകൾ മലർക്കെ തുറന്ന് ഏവരെയും സ്വാഗതം ചെയ്തതും UAE തന്നെ. ഇപ്പോഴിതാ ഏവരെയും കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് പുറത്തുവരുന്നത്. UAEയിൽ നിന്ന് കേരള സെക്ടറിൽ വിമാന ടിക്കറ്റ് നിരക്കിൽ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാത്ര പുറപ്പെടുന്നതിന്റെ അവസാനം ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇരട്ടി തുകയാണ് നൽകേണ്ടി വരിക. 3 ആഴ്ച കാലത്തേക്ക് UAEയിൽ സ്കൂളുകൾ അടച്ചതിനാൽ തന്നെ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസി കുടുംബങ്ങൾക്കാണ് നിരക്ക് വർധന തിരിച്ചടിയായിരിക്കുന്നത്. ഇതുകൂടാതെ UAEയിൽ ചൂട് കൂടുന്ന സാഹചര്യമായതിനാൽ തന്നെ നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ്. UAEയുടെ ഉൾപ്രദേശങ്ങളിൽ പകൽ സമയം ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് മേലെ ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ഈ സമയത്താണ് പ്രവാസികൾ നാട്ടിലേക്ക് എത്തുന്നത്. ഇതുകൂടാതെ UAEയിൽ സ്കൂളുകൾ 3 ആഴ്ച അവധി പ്രഖ്യാപിച്ചതും ടിക്കറ്റ് ഉയർന്നതിന് കാരണമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ 350 ദിർഹത്തിന് വരെ ടിക്കറ്റ് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഇരട്ടിക്ക് മുകളിലേക്കാണ് വന്നിരിക്കുന്നത്. വാരാന്ത്യ ദിവസങ്ങൾ നോക്കി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് അധിക ബാധ്യത എത്തിച്ചേരുന്നത്. UAEയിൽ വാർഷിക പരീക്ഷ അവസാനിച്ച് 3 ആഴ്ച കാലത്തേക്ക് സ്കൂൾ അടച്ചത് തിരക്കും നിരക്കും വർദ്ധിക്കാൻ കാരണമായി. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി നാട്ടിലെത്താൻ പ്രവാസികളിൽ ഒരു വിഭാഗം താല്പര്യമെടുത്തതും വിമാന കമ്പനികൾക്ക് മെച്ചമായി മാറി. ഇതുകൂടാതെ കേരളത്തിൽ നിന്ന് UAEയിലേക്ക് നിരക്ക് കൂടുന്ന പ്രവണതയാണ് കാണുവാൻ സാധിക്കുന്നത്. നാട്ടിൽ സ്കൂൾ അടച്ചാലുടൻ പ്രവാസി കുടുംബങ്ങളിൽ പലരും ഗൾഫിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. സംസ്ഥാനത്ത് വാർഷിക പരീക്ഷ ഉപേക്ഷിച്ചതും ഓൺലൈൻ പഠനം തുടരുന്നതും കാരണം പല കുടുംബങ്ങളും പ്രവാസ ലോകത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ മുതൽ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കുള്ള എയർ ടിക്കറ്റ് ബുക്കിംഗിൽ വൻ വർധനയുണ്ടെന്നാണ് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. യാത്രക്കാരുടെ വർധന മുൻനിർത്തി വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിക്കാത്ത സാഹചര്യവും ഇതിന് കാരണമായി മാറി. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കിൽ ഇനിയും വർധനയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കൽപ്പിക്കപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.